നമസ്കാരം, രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബീറ്റ്റൂട്ട് പച്ചടിക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടാണ്. അത് 4ആയിട്ട് മുറിച്ച് നമുക്കത് വേവിക്കാൻ വെക്കാം. വെന്തതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് 4 കഷ്ണങ്ങളും നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 4-5 ചുവന്നുള്ളിയും 5-6 പച്ചമുളകും ഇട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. ഈ അരപ്പ് നമുക്ക് പച്ചടി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം അരപ്പ് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. കറിവേപ്പിലയുടെയൊക്കെ ഒരു മണമൊക്കെ വരട്ടെ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നെ ഇടേണ്ടി വരും. തൈര് ഒഴിച്ചതിന് ശേഷവും കുറച്ച് ഉപ്പ് ഇടേണ്ടി വരും. ഇപ്പോൾ അരപ്പിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ടും ഈ അരപ്പും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഈ അരപ്പെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അരപ്പും ബീറ്റ്റൂട്ടും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരണം. ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്നത് നല്ല പുളിയുള്ള കട്ട തൈരാണ്. ഇത് 2 കപ്പ് തൈരുണ്ട്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ബീറ്റ്റൂട്ടിൻ്റെ അരപ്പൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് തൈര് ഒഴിച്ച് കൊടുത്താൽ മതി. തൈര് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ബാലൻസ് ഉള്ള തൈര് വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ആ തൈരും നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. അതിനു വേണ്ടി വറ്റൽമുളക്, കറിവേപ്പില, ചുവന്നുള്ളി എന്നിവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കടുക് താളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായിരിക്കുകയാണ്. ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവർക്കും ഒരുപാട് നന്ദി.